മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 തുടങ്ങിയിട്ട് 46 വരെയുള്ള വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോട് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും പോരാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും പോരാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും? രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളവും എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിനെ അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളമല്ല എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരവരുളും. ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലുള്ള പറയുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഇതെനിക്കൊരു, ഞാൻ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് 2017 എനിക്ക് ദിവസം രാത്രിയിൽ ദൈവം എനിക്ക് തന്ന വചനഭാഗമാണ്. രാത്രി തന്നിട്ട് നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നോട് സംസാരിച്ചു വെച്ചാൽ. അപ്പൊ കാരണം വെച്ചാൽ ഇവിടെ നമ്മള് അമേരിക്ക രാജാവിനെ കുറിച്ച് രാജാവിന്റെ മുമ്പിൽ നിൽക്കുക 2 കൂട്ടരാണ്, ഇടതും വലുതുമായിട്ട് നിർത്തിയ 2 കൂട്ടർക്ക്. അപ്പൊ 2 കൂട്ടരിൽ അവരുടെ പ്രത്യേക ഒരാള് എന്തൊക്കെ ചെയ്യുമ്പോൾ ഒരാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഇതിലിവിടെ പറയുന്ന കാര്യങ്ങള് കാലില്ല. ദൈവം എന്നോട് അന്ന് പറഞ്ഞു വെച്ചാൽ, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ വേല, ദൈവത്തിന്റെ വേല എന്ന് പറയുമ്പോൾ ഹാലേലൂയ എന്ന് ദൈവം കൃത്യമായി സംസാരിച്ച്, ഞാൻ ആഗ്രഹിക്കുന്ന വലിയ ചർച്ച പണിയുന്നതും എന്താ പറയാ വലിയ സംഭവങ്ങളൊന്നും അല്ല. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ച എന്റെ ദൈവവേല എന്ന് വെച്ചാൽ, വിശക്കുന്നതിന് ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കണം, നഗ്നനെ കണ്ട ഉടുപ്പിക്കണം, രോഗിയായിരിക്കുന്നത് സന്ദർശിക്കണം. ഇതാണ് ഹാലേലൂയ ഏറ്റവും വലിയ ദൈവവേല ഇതാണ്. ഹാലേലൂയ. നിങ്ങൾ ആമേൻ ഹാലേലൂയ. അവിടെ ഒരാളെ കണ്ടിട്ട് ഹാലേലൂയ അവരെ കണ്ടിട്ട് കാണാതെ പോകുന്നതും ഹാലേലൂയ അവരെ സഹായിക്കാതെ, ഇപ്പൊ നമ്മൾ വഴിയിലൊക്കെ നമ്മൾ പലപ്പോഴും ആമേൻ ഹാലേലൂയ ഇവിടെ പലരെയൊക്കെ കണ്ടിട്ട് നമുക്ക് അത് അത്ര വലിയൊരു മൈൻഡില്ലാതെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ അങ്ങനെ പോകരുതെന്ന് കർത്താവ് അങ്ങനെ പറയണ്ടായി. ഹാലേലൂയ. അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഹാലേലൂയ ഒരാൾ ആരെങ്കിലും വഴിയിൽ വണ്ടി ഒരു ആക്സിഡന്റ് ആയി കിടന്നാൽ പോലും മനുഷ്യർക്ക് എടുക്കാൻ പേടിയാണ്. ചെന്ന് അടുത്ത് സഹായിക്കാൻ പേടിയ. കാരണം സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് നൂലാമാലയായിട്ട് പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരുമല്ലോ എന്ന് പലരും പറയാറുണ്ടല്ലോ. അപ്പൊ എത്രയോ ആൾക്കാർ ആക്സിഡന്റ് ഒക്കെ കിടന്നിട്ട് ഈ കേസിന്റെ ഇതിന്റെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ കിടന്ന് ആരും തൊടാതെ കിടന്ന് മരിച്ചു പോയ ഒത്തിരി സംഭവം. ഇപ്പൊ അതിനൊക്കെ കുറെ മാറ്റം വന്നിട്ട്, പണ്ടൊക്കെ മിക്കവാറും ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോകുന്നവൻ പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങിക്കോണം. അതാണ് ആ ഒരു വെച്ചിട്ട് പിന്നെ എന്തിനാണ് നിർത്തുന്നതൊക്കെ. പക്ഷേ നമ്മൾ ഹാലലെ ഇവിടെ 2 കൂട്ടരെ കുറിച്ച് പറയുന്ന സമയത്ത് ഹാലെ നമുക്ക് ദൈവം ഹാലലെ ഭർത്താവ് യേശുക്രിസ്തു നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ആമേ ഹാലെ. ഇന്ന് ആമേ പലർക്കും അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ,
ഞാൻ എന്റെ കൃപകളും കൃപാവരങ്ങളും ദിസ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ്. ഇത് ഞാൻ ഫ്രീ ആയി കൊടുക്കുന്ന ഗിഫ്റ്റാണ് ആൾക്കാർക്ക്. ഹാലയില അവരെ ആ ഗിഫ്റ്റ് കൊടുത്ത് ഹാലയില ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഹാലയിലിയ എന്റെ ജനത്തെ ഞാൻ ചെയ്യുന്ന ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് പട്ടിണിയാണെന്ന് ഇരുന്നോട്ടെ, നമ്മളവിടെ ചെന്നിട്ട് കുറച്ച് സുവിശേഷമൊക്കെ പ്രസംഗിച്ചിട്ട് പോന്നു കഴിഞ്ഞാല് അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഹല്ലേലൂയ. അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് സുവിശേഷമൊക്കെ പ്രസംഗിച്ച് ഇതൊക്കെയാക്കി പോന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് അത് സമയത്ത് അവരുടെ വിഷയം എന്താ വെച്ചാൽ അവർക്ക് വിശപ്പാണ് അവരുടെ വിഷയം, അല്ലേ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിനിസ്റ്ററിൽ നിന്ന് പല പാസ്റ്റർമാരെ നമുക്ക് കാണാറുണ്ട്. അവരവിടെ പോകുമ്പോൾ ഹലയിലെ അരിയ സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് വേണ്ട ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവരോടൊപ്പം ചെന്ന് താമസിച്ചിട്ടൊക്കെയാണ് ഒരു സുവിശേഷം പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മനസ്സ് വേണമെന്ന് വെച്ചാൽ അതിനൊക്കെ താഴേക്ക് ഇറങ്ങാനായിട്ട് മനസ്സ് വേണം. അപ്പൊ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ താമസിക്കുന്നത് ചിലപ്പോൾ ചേരിയിലൊക്കെ, അവർ താമസിച്ചപ്പോൾ കാട്ടുപാതയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ കൊട്ടാരത്തിലോ വലിയ വീട്ടിലോ വലിയ AC സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, അവർ കുടിലൊക്കെ കിട്ടുന്നത്. അപ്പം അവിടെ ചെന്ന് ഇത് ചെയ്യണമെങ്കിൽ അതുപോലെ ചെന്ന് അവരുടെ സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ ജീവിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ സാജി മാത്യു ബ്രദറൊക്കെ പറഞ്ഞേക്കുന്ന പല പ്രാവശ്യം ചെണ്ടയ്ക്ക് അടിച്ച് അവർ അല്ലെങ്കിൽ അവിടെ പോയി പലപ്പോഴും മൃഗങ്ങളും പല ഒത്തിരി നടന്നും ഒക്കെ ആയിട്ട് അവർ പോകുന്നതിന്റെ ആ ഒരു ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് അവരോടൊപ്പം ചെന്ന് അവരിൽ ഒരാളായി മാറിയാൽ മാത്രമേ ഹാലേലിയ അവരുടെ ഇടയിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഹാലേലിയ ഇന്നത്തെ കാലത്ത് ഇതിനുള്ള മനസ്സ് നമുക്കൊക്കെ പാകപ്പെട്ടിട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹാലേലിയ കർത്താവിന്റെ വേലയ്ക്കായിട്ട് നമ്മളെ കാണുന്ന സമയത്ത് ഹാലേലിയ എപ്പോഴും കർത്താവിന്റെ വേല എന്ന് പറയുമ്പോൾ ഹാലേലിയ വലിയ ചർച്ച് ഹോളിൽ കയറി ഇരുന്ന് AC ഹോളിൽ കയറി മൈക്കെടുത്ത് പ്രസംഗിക്കുന്നതല്ല കർത്താവിന്റെ വേല. ഹാലേലിയ ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ ഹാലേലിയ ഇവിടെ നിന്ന് മാത്രമേ പഴയ നിയമത്തിൽ ഇത് തന്നെ യശയ്യാ പ്രവാചകന്റെ 58-ാം ഇത് തന്നെ പറയുന്നുണ്ട്. ഹാലേലിയ അപ്പൊ ഇവിടെ ഹാലേലിയ കർത്താവ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പം അതുപോലെ കർത്താവ് കൃപകളും കൃപാവരങ്ങളുമായി പലരെ എഴുന്നേൽപ്പിച്ച സമയത്ത് ഹാലേലൂയ അവരുടെ ശുശ്രൂഷ വലുതായി തുടങ്ങിയപ്പോൾ അവരുടെ ഹാലേലൂയ എന്താ പറഞ്ഞ അവരുടെ വീട് മാറി, കാറ് മാറി, ചർച്ച് വലുതായി, അവരുടെ ഡ്രസ് കോഡും മാറി, എസ്കോട്ടായി പലരും ഇങ്ങനെ തന്നെ അദ്ദേഹം. അപ്പൊ ഇതെന്നെ കുറേ ദൈവദാസന്മാരെ ദൈവം എന്നെ കാണിച്ചു തരികയല്ലേ. ഹാലേലൂയ അപ്പൊ അന്നേരം ഞാനിങ്ങനെ ഓർത്തു, ശരി അപ്പം ദൈവം ഞാൻ ഏൽപ്പിച്ച വേല എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഹാലേലൂയ അപ്പൊ അന്ന് ഞാൻ അങ്ങനെ എന്നിട്ട് കൃത്യമായ ദൈവത്തിന്റെ അമ്മയോട് സംസാരിച്ച കാര്യം ഹാലേലൂയ നമുക്ക് നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്നത് ഫുള്ള് കൊടുക്കാൻ ഈ വേലയ്ക്കായി കൊടുക്കാൻ ദൈവം പറയുന്നില്ല. ഹാലേലൂയ അപ്പൊ ദൈവം ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് എക്സാമ്പിൾ ആയിട്ട് നിനക്കൊരു കുഞ്ഞുണ്ട് ഹാലേലൂയ, നിന്റെ കുഞ്ഞിന് നീ ഒരു നേരത്തെ ഫുഡ് ഹോട്ടൽ വാങ്ങുന്ന സമയത്ത് ഹാലേലൂയ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു 100 രൂപ 100 ദിർഹംസ് ചെലവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 10 ദിർഹംസ് എടുത്ത് മാറ്റാൻ ഒരു കുഞ്ഞിനോട് ഫുഡ് കൊടുക്കാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും അവർക്ക് വാങ്ങുന്ന സമയം ആ കുഞ്ഞിന് വാങ്ങുന്ന സമയത്ത് അതിൽ എത്ര രൂപ അതിന്റെ ഒരു 10% അല്ലെങ്കിൽ കുറച്ചൊരു എമൗണ്ട് കുറച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ കുറച്ച് എമൗണ്ട് കൊണ്ട് മറ്റൊരു കുഞ്ഞിന്റെ ഉടുപ്പ് വാങ്ങാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെന്ന് അന്ന് പറയണ്ടേ. ഹാലേ ഇത് കേട്ട് രാവിലെ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് ഞാനൊരു ദൈവദാസനോട് അന്ന് ചോദിച്ചു, എനിക്ക് വലിയ അടുപ്പമുള്ള ദൈവദാസന. അപ്പൊ ഞാൻ ബ്രദറിനൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ കിട്ടുന്ന കാശ് എന്താ ചെയ്യുന്നത്? പുള്ളി പറഞ്ഞ് ദൈവദാസന്മാർക്ക് കിട്ടുന്ന കാശ് എന്തെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല വിശ്വാസികൾക്ക്. ഞാൻ എന്നാലും അങ്ങനെയല്ലല്ലോ, എല്ലാരും പറയാറില്ലേ ചർച്ചിലൊക്കെ ചിലപ്പോൾ കേൾക്കാറില്ല 10% കൊടുക്കണം 10% കൊടുക്കണം ടൈറ്റ് കൊടുക്കണം എന്നൊക്കെ പറയത്തില്ലേ. നിങ്ങളുടെ 10% എവിടെയാ കൊടുക്കുന്നത്? പുള്ളിക്കാകപ്പെടി പുള്ളി എന്നോട് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറയാല്ല ദൈവം നേരം പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ അന്നേരം പുള്ളി പറഞ്ഞു അത് പാസ്റ്റർമാരുടെ പൈസയുടെ കാര്യം അങ്ങനെ പറയും. ഈ അങ്ങനെ ദൈവത്തിന് പ്രത്യേകത ഒന്നുമില്ല, പാസ്റ്ററിനോ ഡോക്ടറിനോ എഞ്ചിനീയറിനോ അല്ല എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ ദൈവസന്നിധി. അപ്പൊ ആർക്കാലും കൊടുക്കണമെന്ന് തന്നെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ 10 കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പഴയ നിയമപ്രകാരം 10, പുതിയ നിയമപ്രകാരം 10 അല്ല അതിനെക്കാട്ടും കൂടുതലേക്ക്. അപ്പൊ അതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കണമെന്നല്ല, കിട്ടുന്നതിന്റെ 10 കൊടുക്കണം പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്, നമുക്ക് കൊടുക്കണ്ടേ. ആ പുള്ളി അടുത്ത പോലെ കിട്ടുന്ന കേൾക്കുന്നില്ല ദിവശബ്ദമാണെന്ന് വിചാരിക്കില്ലേ കേട്ടോ. പിശാചൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്കൊരു സംശയം, പിശാചാണ് ദൈവശബ്ദം അല്ലേ കേട്ടതെന്നുള്ള. ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് വീണ്ടും അത് ചോദിച്ചു. അന്ന് ദൈവം എനിക്ക് എന്നോട് തിരിച്ച് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. അതോട് പിന്നെ ഞാൻ ദൈവശബ്ദമാണെന്ന് ചോദിക്കാറില്ല. ഹല്ലേലൂയ കാരണം എനിക്ക് നല്ല ഉറപ്പാ ദൈവം മാത്രമേ സംസാരിക്കത്തുള്ളൂ. കാരണം അന്നേരം ദൈവാത്മാനോട് അന്നേരം പറഞ്ഞു, നിന്റെ മുമ്പ് ബൈബിൾ ഇരിപ്പുണ്ട്. നിന്റെ മുമ്പിലേക്ക് എന്താ ബൈബിൾ? ഓക്കെ പേപ്പറും പേന എടുക്കാൻ പറഞ്ഞു. എടുത്ത് നീ ആദ്യം പ്രസംഗിച്ച വിഷയം എഴുതാൻ പറഞ്ഞു. നമ്മൾ വിശ്വാസം എന്നതിനെ കുറിച്ച് എന്നെ കൊണ്ട് ദൈവം ആദ്യം പ്രസംഗിപ്പിച്ചു, മെസ്സേജ് തന്നു. രണ്ടാമത് വിശുദ്ധിയെ കുറിച്ചു. മൂന്നാമത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളത്. പരീക്ഷന്മാരുടെ സ്വതന്ത്രയും പുളിച്ചമാ സൂക്ഷിക്കുക എന്നുള്ള വാക്യം തന്നെ. അപ്പൊ അടുത്തത്
വചനം അനുസരിച്ച് ജീവിക്കുക. പിന്നെന്താണ്? വാഗ്ദത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക്. അപ്പൊ പറഞ്ഞു പിന്നെ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞു മതി, അത്രയും മതി എന്ന് പറഞ്ഞു. ആദ്യത്തെ ഈ എന്നെ കൊണ്ട് പ്രസംഗിച്ച വിഷയങ്ങൾ ഹാലേലുയ ഒരു ദൈവ പൈതൽ കടന്നു വേണ്ട കറക്റ്റ് ഓർഡർ ആയിരുന്നു. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടാൽ വിശുദ്ധിയിൽ ജീവിക്കണം. ഹാലേലുയ വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങിയ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നമ്മൾ വിവേചനത്തിനാക്കുവാൻ നമുക്ക് വേണം. തിരിച്ചറിഞ്ഞ് അല്ല കേൾക്കുന്നത് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിഞ്ഞ് വിവേചിച്ച് നമ്മൾ അത് റിസീവ് ചെയ്യണം. അടുത്തത് വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള. പിന്നെ അങ്ങനെ വരുന്ന ഒരു ദൈവ പൈതലാണ് വാഗ്ദത്തം കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ ഇതൊരു ദൈവ പൈതൽ കടന്നു വരേണ്ട കറക്റ്റ് ഓർഡർ ആണെങ്കിൽ ഒരു മെസ്സേജുമായി നിർത്തുമ്പോൾ തന്നെ ഇതിനെനിക്ക് നല്ല കൃത്യമായ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നീ കേൾക്കുന്ന ദൈവശബ്ദമാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഹാലേലൂയ. അന്ന് തുടങ്ങിയിട്ട് എന്റെ മനസ്സിൽ ഞാൻ പറയാൻ ഒരു ബോക്സ് ഒക്കെ എഴുതി വെച്ച് ഞാൻ അത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോ നമുക്ക് സാധിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരുമാനമില്ല, ഈ പറയുന്ന കണക്ക് ഫെസിലിറ്റി ഇല്ല, വണ്ടി ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേന് പോകാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് ഞാനിപ്പോ പ്രസംഗിക്കാൻ കാര്യം കഴിഞ്ഞ ദിവസം ഞാനിതൊരു ഒരു സഹോദരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹാലേലൂയ. കാരണം വെച്ചാൽ അവർക്ക് വിശ്വാസം വന്നിട്ട് ഇന്നത്തെ വിശ്വാസം കണ്ടിട്ടും ഇന്നത്തെ സഭകളുടെ പോക്ക് കണ്ടിട്ടൊക്കെ തെറ്റി മാറി ചർച്ചിലേക്ക് പോകാൻ മടിയായിട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ ഇന്നലെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയും ദൈവം എപ്പോഴും ദൈവത്തിന്റെ ദൈവത്തിന് ഒറ്റ പർപ്പസേ ഉള്ളൂ. എത്രയും ദൈവത്തിന്റെ ജനം ഈ ജനം മുഴുവൻ ദൈവത്തിന്റെയാണ്. ഇപ്പൊ എല്ലാവരും ബന്ധക്കാസ്തര് വിചാരിച്ചിരിക്കുന്ന കണക്ക് നമ്മൾ വിശ്വാസികളായിട്ടിരിക്കുന്നവർ മാത്രമല്ല ദൈവത്തിന്റെ ജനം. ഹാലേലിയ. സകല ജനത്തിനും വേണ്ടിയാണ് യേശു കർത്താവ് തന്റെ ജീവൻ കൊടുത്തത്. ഹാലേലിയ. അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് സകല ജനം. നമ്മൾ വിവേചിക്കുന്ന കണക്ക് നമ്മൾ മാറ്റി നിർത്തുന്ന കണക്ക് ദൈവത്തിന് പാർഷ്യാലിറ്റി ഒന്നുമില്ല. ആരെയും ഉള്ളു തുറന്ന് യേശുവെ എന്ന് വിളിച്ചാലും യേശു സമീപസ്ഥനാണ്. അതിന് ക്വാളിഫിക്കേറ്റ് ഒന്നും ക്വാളിഫിക്കേഷൻ ക്വാളിറ്റീസും നോക്കത്തില്ല. ഹാലിലെ നമ്മൾ ഏത് സ്വഭാവത്തിൽ ഏത് ജീവിത രീതി പോകുന്ന ആൾക്കാരാണ് ഉള്ളു തുറന്ന് യേശുവെ എന്നൊന്ന് വിളിക്കാൻ യേശു അവർക്ക് സമീപസ്ഥനാണ്. ഹാലിലെ. ഒരിക്കൽ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോ കൊടും ക്രിമിനൽ ഒരാൾക്ക് ചോദിച്ചോട്ടോ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചോട്ടോ കാണിച്ചു കർത്താവെ നീ ഇവനെയും സ്നേഹിക്കുന്നു എന്ന് വെച്ചപ്പോ യേസ് അത് എന്റെ രക്തത്തിന്റെ വിലയാണെന്ന കർത്താവ്. അപ്പൊ നമ്മളാണ് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് ഇവര് യോഗ്യരല്ല അവർ യോഗ്യരല്ല എന്ന് നമുക്ക് തോന്നുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി എല്ലാവരും യോഗ്യരാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹാലേലിയ സകല മനുഷ്യർക്കും. ഇന്നലെ മോളിങ്ങനെ വന്നിരുന്ന ചോദിച്ചപ്പോൾ പറയും അവസാന ലാസ്റ്റ് ബ്രത്ത് വരെ ഹാലേലിയ അവർക്ക് മാനസാന്തരത്തിന് അവസരം ദൈവം കൊടുക്കുന്നു. പലരുടെയും ചിന്ത അത് എന്നിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ഞാൻ ചിലർ ചിന്തിക്കുന്നത് ഇപ്പൊ ഒക്കെ അടിച്ചു പൊളിച്ച് ജയിക്കുക എന്നിട്ട് പ്രായമാകുന്ന സമയത്ത് രക്ഷയിലേക്ക് വരാമെന്നൊക്കെ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാമെന്നൊക്കെ വിചാരിക്കുന്നതാണ്. പക്ഷെ അവരോട് ചോദിച്ച ദൈവം ചോദിച്ചോണം മൂടാ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാനെങ്കിൽ ചോദിച്ചാൽ നീ എന്തോ ചെയ്യും. ഹാലേ. അതുകൊണ്ട് നമ്മൾ നാളെ എന്നൊരു ദിവസത്തേക്ക് വെക്കരുത്. ഹാലേ. ഇന്ന് എന്ന് പറയുന്ന ദിവസം ഇതാണ് സുപ്രധാന ദിവസം. ഹാലേ. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഓരോരുത്തരും ഹാലേ രക്ഷയിലേക്ക് കടക്കണം. കാരണം വെച്ചാൽ നമ്മൾ നാളെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നാളെ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇന്നെന്ന് പറയുന്ന ദിവസം തന്നെ ഹാലേലൂയ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റി കളയേണ്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിന് പ്രയോജനമുള്ളതായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഹാലേ. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഈ പറഞ്ഞ കാര്യം ഈ ഇതിലൂടെ പറഞ്ഞത് നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. കാരണം ഇന്നലെ കുഞ്ഞു എന്നോട് സംശയം ചോദിച്ചു. ഹാലേലൂയ. അപ്പം നമ്മൾ ചില സമയത്തൊക്കെ ചോദിച്ചുകൊണ്ട് ചില സംശയത്തെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ അമ്മ നമ്മൾ സ്നാനപ്പെടുന്ന യേശുവിന്റെ നാമത്തിലാണോ അതോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ? ഞാൻ കൺഫ്യൂസ്ഡ് ആയി പെട്ടെന്ന്. ഹാലേലൂയ. കാരണം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പത്രോസ് അവിടെ നിന്ന് വിളിച്ച് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മാനസാന്തരപ്പെട്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. പത്രോസത്തിന് എല്ലാവരും എടുത്തിരുന്ന യേശുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ. അപ്പൊ പിന്നെന്തിനാ പിതാവ് പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്? അപ്പൊ പെട്ടെന്ന് ഞാനത് സ്റ്റക്കായി. ഞാൻ പറയാം ഓക്കെ വെയിറ്റ് ചെയ്യും ഞാൻ പറയാം. കുറച്ച് കഴിഞ്ഞ് ഞാനതിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ പോയിട്ട് സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളണമെന്ന് പറഞ്ഞു. അല്ലെ. അപ്പൊ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൽപ്പിച്ചിട്ടുണ്ട് പിതാവ്. ഇത് യേശുക്രിസ്താവ് എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധ ഇതും വേറെ വേറെ അല്ല. യേശുക്രിസ്തുവിൽ തന്നെയാണ് പിതാവ് പുത്രൻ പക്ഷെ അവർ ഒന്ന് ട്രിനിറ്റി ഇൻ വൺനെസ് എന്ന് പറയുമ്പോഴും അവര് ചോദിക്കും കുട്ടികൾ ഓരോ സംശയം. അതിന് ആധികാരികമായി ബൈബിൾ വചനം എവിടെ? അവൾ എന്ത് ചോദിച്ചാലും നമുക്ക് വചനം ചോദിക്കാനുണ്ട്. ഹലല്ലേ. അപ്പൊ ഞാൻ ആ വചനത്തിന്റെ റെഫറൻസ് എടുത്തിട്ട് കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹലേ ഇന്നത്തെ കാലത്ത് ഹാലല്ലേ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാൽ അത് എന്താ പറയാ ചുമ്മാതെ കേട്ട് വിശ്വസിച്ച് പോകുന്ന കൂട്ടരല്ല. ഹാലല്ലേ. കാരണം വെച്ചാൽ അവർക്ക് അതിന്റെ റെഫറൻസ് വേണം, അവർക്ക് അതിന്റെ ക്ലാരിറ്റി വേണം. ഹാലൂയ. അപ്പൊ ഇന്ന് ഹാലല്ലേ ദൈവം നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ ഉപമയും ഇത് നമ്മുടെ ജീവിതത്തിൽ കേട്ട് ചുമ്മാതെ കളയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളത്.
അപ്പൊ ഞാൻ എപ്പോഴും പണ്ട് എനിക്ക് കിട്ടുന്നതിന്റെ 10% ഞാനൊരു പാട്ടൊക്കകത്ത് ഇട്ട് വെക്കാറ്. ഇട്ട് വെച്ചിട്ട് ഞാനത് ഒരു ചർച്ചിലും കൊണ്ട് ടൈത്തായിട്ടായിരുന്നില്ല കൊടുക്കുന്നത്. അത് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഹാലേലിയ. ഞാൻ അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഹാലേലിയ പാവങ്ങൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ട് ഹാലേലിയ ഇവിടെ ഈ നമ്മുടെ ലേബർ ക്യാമ്പ് ഏരിയയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പോകുകയാണ്. കാരണം ഇവിടെ ഈ രാജ്യത്ത് പോലും അനേകർ പട്ടിണി കിടക്കുന്നവരുണ്ട്. ഹാലേലിയ. അവര് ഒരു നേരത്തെ ഭക്ഷണം ഒരു ഉപ്പ് വെള്ളം കിട്ടുമ്പോൾ അവർ വാങ്ങി അത് കഴിക്കുന്ന സന്തോഷം നമ്മൾ കാണുമ്പോൾ അവർ കണ്ണൊക്കെ നിറയുന്നത് നമുക്ക് അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സാതെ അതിനെക്കാട്ട് വലിയ പുണ്യം ഒന്നും ഹാലേലിയ ഒരു ചർച്ചിൽ കൊണ്ട് കൊടുത്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാലേലിയ. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെലവാക്കുന്നത്. ഹാലേലിയ. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ വലിയ പേര് അല്ലെങ്കിൽ ചിലപ്പോൾ ചർച്ചിൽ ചിലപ്പോൾ മുൻനിര സീറ്റൊക്കെ കിട്ടുമായിരിക്കും. ഹാലേലൂയ. അവിടെ കിട്ടാം. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചത് ഇതാണ് പഠിപ്പിച്ചത്. ഹാലേലൂയ. അപ്പൊ അതുപോലെ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാലും ഉണ്ട്. 58-ാം അധ്യായത്തില് ഉം 5 വരെയും വാക്യം വായിക്കുകയാണെങ്കിൽ വായിക്കോ? എല്ലാരും അൺമ്യൂട്ട് വായിക്കാലോ. എനിക്ക് ഇഷ്ടമുള്ള നോബ് മനുഷ്യൻ അത് വായിക്കും. എനിക്ക് ഇഷ്ടമുള്ള നോവും മനുഷ്യർ ആത്മതപനം ചെയ്യുന്ന ദിവസങ്ങളും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോയമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അടിമക്കയറുകളെ അഴിക്കുക, പീഡിതന്റെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ? ഇപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവേ യുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. ഇവിടെ പറയുന്നത് ഇവിടെ ഉപവാസത്തെ കുറിച്ച് ഉള്ള കാര്യം. എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ ആത്മതമനം ചെയ്ത ഇങ്ങനെ ഉള്ളതോ? ഹാലേലിയ. എങ്ങനെയുള്ളതാണെന്നാ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, 8 വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോമ്പെന്ന് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. ഹാലേലൂയ. അപ്പം ഇവിടെ ദൈവം മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇതാണോ ഉപവാസം? എന്താണ്? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, 8 വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതിനാണോ നീ ഉപവാസം നോമ്പെന്നും പറയുന്നത്? ഹാല എന്താണ് നോയമ്പും, എന്താണ് ഉപവാസം, എന്താണ്? ഹാലില്ല. എടുത്ത് പറയുന്നുണ്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കേരുകളെ പൊട്ടിക്കുക, അഴിക്കുക. ഹാലിയ. നുഖത്തിന്റെ അമിക്കരെ അഴിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രമായി വിട്ടു, ഇതല്ലയോ എല്ലാം മുഖത്തെയും തട്ടി, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഹാല. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ ഹാലേലിയ എന്താണ് എന്തിനു വേണ്ടി? അന്യായ ബന്ധനങ്ങളെ അഴിക്കണം, നുഖത്തിന്റെ അമിക്കേറുകളെ തകർക്കണം. ഹാലേലിയ. എല്ലാ നുഖത്തിന്റെ അഴിക്ക്, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കും, ഇതല്ലേ എനിക്ക് ഇഷ്ടമുള്ള. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നുഖങ്ങളൊക്കെ തകരണം. അന്യായമായി നമ്മുടെ മേൽ വന്നിരിക്കുന്ന ഒരുപാട് ബന്ധനങ്ങളുണ്ട്. ഇപ്പൊ ഓരോരുത്തർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ വന്നേക്കുന്നത് ചിലപ്പോൾ അന്യായ ബന്ധനം എന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ നമ്മളിപ്പോ ഭയങ്കര ഇച്ചിരി ആത്മീയമായി ഭയങ്കരമായിട്ട് ആത്മാവിലൊക്കെ പ്രാർത്ഥിച്ച് വലിയ മുന്നേറ്റമൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ കുറച്ച് അസൂയ വന്നു. ഹാലേലിയ. അസൂയ വന്നാൽ അവരോട് പറയും ഹാലേലിയ അവിടെ ഇതിന്റെ എന്താ പറയാ അങ്ങനെ പോണ്ട, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വായ കൊണ്ട് പറഞ്ഞിട്ട് ഹാലേലിയ ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പൈശാചികം കൊണ്ട് ഏറ്റെടുത്ത് നമ്മുടെ മേൽ അന്യായമേ നമ്മൾ അറിയത്തു പോലുമില്ല. ചില ആൾക്കാർക്ക് നമ്മളോട് ഹാലയിൽ എന്തെങ്കിലും വിരോധം തോന്നിയിട്ടോ വൈരാഗ്യം തോന്നിയിട്ടോ അവർ ചില ഹാലയിൽ ചില വാക്കുകളിലൂടെ ഒക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഹാലയിലുയ ഇപ്പം അത് സാധാരണ ഞാൻ കാണുന്നത് സഭയ്ക്കുള്ളിൽ ദൈവത്തിന്റെ ദാസന്മാരിലൊക്കെയാണ് കാണുന്നത്. ഹാലയിലെ ചില ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആത്മീയമായിട്ട് ഭയങ്കര മുന്നേറ്റം നടത്തി ഭയങ്കരമായിട്ട് പൊങ്ങി വരുമ്പോൾ അവരുള്ളിൽ അവർ പറയും ഇത്രയും പൊങ്ങണ്ട, ഇത്രയൊക്കെ മതി, ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് മുകളിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിരുത്തി ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു പരിധി വരെ ഹാലയിലെ ദൈവം അല്ലത് ചെയ്യുന്നെങ്കിലും അവർ പറയുന്ന സമയത്ത് അവർ വായുന്ന വാക്കുകൾ പൈശാചി മണ്ഡലത്തിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിനകത്ത് ഈ കേഴ്സുകൾ വരുന്ന കാര്യങ്ങളുണ്ട്. ഹാലയിലെന്ന് വെച്ചാൽ പഴയ ശാപങ്ങളൊന്നും വരുന്നതല്ല പറഞ്ഞത് വായ കൊണ്ടൊക്കെ ഓരോ ആൾക്കാർ പറഞ്ഞിട്ട് പലതും നമ്മൾ അറിയത്തില്ലത്.
നമ്മൾ കാലയിൽ അവിടെ ന്യായമായിട്ടൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എറിയുന്ന അന്യായ ബന്ധനങ്ങൾ പലപ്പോഴും ഉണ്ട്. പലപ്പോഴും കാണുന്ന വെച്ചാൽ ഒരുപാടെന്ന് വെച്ചാൽ മനുഷ്യന്റെ ദൈവത്തിന് ചിലരെ കുറിച്ചുള്ള കോളിംഗ് ആണ് ഹാലേലൂയ. ആ കോളിങ്ങിൽ അവർ മിനിസ്ട്രിയിലൊക്കെ ഹാലേലൂയ അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഹാലേലൂയ ചിലപ്പോൾ കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു, പക്ഷെ എന്നാലും അവർ ആക്കി വെച്ച മേഖലയിൽ അവർ ശക്തിയോടെ കരുത്തോടെ നിൽക്കുന്നതാണ്. അപ്പൊ ഇത് പൈശാചിക മണ്ഡലത്തിൽ സഹിക്കാൻ പറ്റത്തില്ല ഹാലേലൂയ. അവർക്ക് എപ്പോഴും ശത്രുവാണല്ലോ. അവരപ്പം ഏതെങ്കിലും മനുഷ്യനെ ഹാലേലൂയ അവർക്കെതിരെ ആയുധമാക്കിക്കൊണ്ട് അവരുടെ മിനിസ്ട്രി കെടുത്തിക്കളയുന്ന രീതിയിൽ ചില വാക്കുകളൊക്കെ പറഞ്ഞും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില ഗോസിപ്പുകളൊക്കെ അങ്ങനെ പലതിലൂടെ അവരെ ഒതുക്കി കളയാൻ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് അന്യായമായ വരുന്ന ബന്ധനങ്ങൾ എന്ന് പറയാം ഹാലേലൂയ. അപ്പൊ ഇതിനെ കളയണം. നമ്മൾ ഉപവസിക്കാനിരിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഉപവാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് വേണ്ടിയിട്ടായിരിക്കില്ല. വിടുതൽ എന്ന് വെച്ചാൽ നമ്മൾ വിഷയങ്ങൾ എഴുതി വെച്ച് പലപ്പോഴും പ്രാർത്ഥിക്കും. പക്ഷേല് അവിടെ ഹാലേലൂയ വിടുതൽ നടക്കുന്നതിന്റെ കാരണം ഒരിക്കലും നമ്മുടെ വിഷയം കൊണ്ട് ഇത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല. നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ മാറാൻ നിൽക്കുന്ന ചില സ്വഭാവങ്ങളെ നമ്മളിൽ പെട്ടിരിക്കുന്ന ചില സ്പിരിറ്റുകൾ ഹാലേലൂയ നമ്മളിൽ നിന്ന് നീങ്ങി മാറേണ്ട ചിലതൊക്കെ ഹാലേലൂയ ചില ബന്ധനങ്ങളൊക്കെ ഉപവാസത്തെ ദൈവത്തോടുകൂടെ പ്രാർത്ഥന ദൈവവുമായി വസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ അഭിഷേകം മുഖത്തെ തകർക്കുന്നതാണ്. ഈ മുഖം തകരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഉപവസിച്ചോണ്ട് പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചോണ്ട് ദൈവം സാധിച്ചതെന്ന് വിചാരിക്കില്ല അങ്ങനെയല്ല ഹാലേലൂയ. മുഖം നമ്മൾ അറിയാണ്ട് നമ്മുടെ ഓരോ ഉപവാസത്തിലും നമ്മൾ അറിയാണ്ട് പല മുഖങ്ങൾ നമ്മുടെ മേൽ തകർന്നു മാറാറുണ്ട്. കാരണം ഉപവാസത്തോടേക്കും ചുമ്മാ പട്ടിണി ഇരിക്കുന്നല്ല, നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കും, സഭയിലൊക്കെ പോയി മീറ്റിങ്ങുകൾ കൂടും, അവിടെയൊക്കെ നമ്മൾ ഹാലേലൂയ എന്നുവെച്ചാൽ ഉപവാസത്തോട്ടിരിക്കും നമ്മൾ ഹാലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വയസ്സായാലും വചനത്താലും ജീവിക്കും. നമ്മൾ വചനമില്ലാതെ ഉപവസിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നതിന് പകരം വചനവും പ്രാർത്ഥനയൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ ഇവിടെ ഈ ഉപവാസം അപ്പൊ അവിടെ അതിനെക്കുറിച്ച് അങ്ങനെ അത് തകർത്ത് കളയുന്ന എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയുന്നത് പിന്നെ വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു കറക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തു, നഗ്നനെക്കെട്ടാരും ഉടുപ്പിൽ നിന്റെ മാംസരക്തങ്ങളായിരിക്കും നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്ന അല്ലയോ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അപ്പോൾ അടുത്ത ഉപവാസത്തിരിക്കും അന്യായബന്ധനം അഴിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ചേർത്ത് ദൈവം പറയുന്നുണ്ട് ഹാലേലൂയ വിശപ്പുള്ളവൻ നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. അപ്പൊ വിശക്കുന്ന എന്നിട്ട് അടുത്ത് പറയുന്ന ഹാലേലൂയ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത്. ഇന്ന് നമുക്ക് അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇന്ന് അലഞ്ഞു നടക്കുന്നെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഏത് തരത്തിലുള്ളതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ലിസൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് പോലും തുറന്ന് നമുക്ക് പേടിയാ ഹാലേലൂയ. നാട്ടിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് അവർക്കൊക്കെ വല്ലതൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാകും. പക്ഷെ ഇന്ന് നമുക്ക് ഗേറ്റ് തുറന്നിടാൻ പറ്റാത്തൊരു അവസ്ഥക്കൂടെ കടന്നു വന്നത്. കാരണം കേരളത്തിൽ ഹാലേലൂയ എന്താ പറയാ മറ്റുള്ള ആൾക്കാർ അന്യദേശക്കാര് നമ്മൾ പറയുന്ന ഈ ബംഗാളിലൊക്കെ അതിന് പറയുന്ന ഹാലേലൂയ അതിഥി തൊഴിലാളികളുടെ ബഹളമാണ് ഹാലേലൂയ. അവര് വന്നതിന് ശേഷം കൊള്ളയും കൊലപാതകങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ഹാലേലൂയ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ഒരുപാട് കാണുന്നത്. ഇത് കണ്ടുകൂടി മലയാളികൾ അങ്ങനെയൊക്കെ തന്നെ ആയി മാറിയിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ന്യൂസ് നോക്കിയാലും ഹാലേലൂയ കാണുന്ന കാര്യങ്ങൾ ചെറിയ സ്വർണത്തിന് വേണ്ടിയിട്ട് ഇപ്പം അമ്മയെ കൊന്നും മോൻ സ്വർണ്ണം എടുക്കുന്നു. ഇപ്പൊ ഇന്നലെ ഒരു സഹോദരനെ കൊന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആൾക്കാർക്ക് ഒരു ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല. മനുഷ്യ മൃഗത്തിനെക്കാട്ടി കഷ്ടമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഹാലേലൂയ. കാരണം അല്ലെങ്കിൽ അത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം മോള് എടുത്തോണ്ട് വന്നിട്ട് പറയുന്ന ഒരു എവിടെ ഞാൻ ഓർക്കുന്നില്ല, ഇതുപോലെ അലഞ്ഞു നടക്കുന്നവരൊക്കെ ചേർത്ത് ഹാലേലൂയ റോഡിൽ കിടക്കുന്ന ഹാലേലൂയ ആൾക്കാർ ഉപേക്ഷിച്ചിരുന്ന കുഞ്ഞുങ്ങൾ എന്നും അവരുടെ ഗേറ്റിന് മുമ്പിൽ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ എവിടെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കടത്തിയിട്ട് പോകും. അങ്ങനെയൊക്കെ അവരെല്ലാം ഇട്ടിരിക്കും, പ്രൊട്ടക്ട് ചെയ്യും, നടത്തുക. പക്ഷെ ഇപ്പൊ അവർക്ക് ഫണ്ടിന്റെ കുറവുണ്ട്. ഒത്തിരി ആൾക്കാർ ഒരു ദിവസം കഴിയും തോറും ആൾക്കാർ അതിൽ കൂടി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നത് അതിനെ വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊന്നും സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അവളെ ഏതാണ്ട് അതിനുവേണ്ടി ചെയ്യാനായിട്ട് എന്താ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, നല്ല ആൾക്കാരുടെ ഇടയിലേക്ക് സർക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അരിയിലേക്ക് അത് എത്തിക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. നമ്മുടെ വയനാട്ടൊരു സംഘടനയുണ്ട് ഹാലേലൂയ. ഞങ്ങളൊക്കെ നേരത്തെ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു ഹാലേലൂയ. അവിടെ വെച്ചാൽ അവര് ക്രിസ്ത്യൻസ് തന്നെ നടത്തുക. പക്ഷെ അവരൊരിക്കലും
ഈ അത് അങ്ങനെയല്ല പാവപ്പെട്ട വീടുകളിലെ കുഞ്ഞുങ്ങൾ അവർക്ക് എന്ന് വെച്ചാൽ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളെ നമ്മളുടെ ആ ഒരു സംഘടന ഏറ്റെടുത്ത് ഹാലയിൽ ഒരു മാസം അവർ വലിയ രൂപയൊന്നും വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തെ സ്കൂളില് എക്സ്പെൻസ് 2000 രൂപ, ഇന്ത്യൻ രൂപ 2000 രൂപയാന്ന് വാങ്ങുന്നുള്ളൂ. ഞാനിപ്പോ 2-3 വർഷത്തിന് മുമ്പ് വരെ ഇപ്പൊ കൊടുക്കാറില്ല. അപ്പൊ 2000 രൂപ ഒരു കുഞ്ഞിന് ഹാല. അപ്പൊ നമ്മൾ 2 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന 4000 രൂപ, 5000. നമുക്കെന്ന് വെച്ചാൽ അതൊരു വലിയ എമൗണ്ടേ അല്ല ഹാലയിൽ. അപ്പൊ ആ കൊടുക്കുന്ന 2 കുഞ്ഞുങ്ങൾ 5000 രൂപ കൊടുത്ത് 2 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കും. അല്ല, അങ്ങനെ ഒരു കുറേ കുഞ്ഞുങ്ങളെ പഠിക്കും. ഒത്തിരി ആൾക്കാർ അതിനുവേണ്ടി സ്പോൺസർ ചെയ്യും, ഒത്തിരി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു 2000, 5000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എക്സ്പെൻസീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ ഇതിലൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം പറയും, നമ്മുടെ ഇവിടെ പ്രളയം വന്നു കിടക്കി ഹാലയില്, ഷാർജയിൽ ഹാലയില് വെള്ളം മുങ്ങി ഹാല. ഇവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം ഇവിടെ വെള്ളം ഇതായി. താഴെയൊക്കെ വെള്ളം വാങ്ങാൻ പോലും എന്ന് വെച്ചാൽ വണ്ടി ഡെലിവറി എത്തേണ്ട വെള്ളം, അത്യാവശ്യം ഫുഡ്, എന്താ പറയാ സാധനങ്ങൾ വാങ്ങാൻ കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഹാല. ആ സമയത്ത് ഹാലയിലിയ ഇവിടെ കണ്ടു വെച്ച ജാതികളെ അനേകർ ഹാലയ മുട്ടപ്പം അരയപ്പം വെള്ളത്തിൽ വണ്ടിയൊക്കെ അവിടെ കൊണ്ടിട്ട് അവിടെ നില കൂടെ നടന്ന് ഇതെല്ലാം ചുമന്ന് ഹാലയിൽ വെള്ളനിരത്തിൽ എത്തിച്ച് ഹാല ഒത്തിരി അസോസിയേഷൻ കളം. അതിലെല്ലാം എപ്പോഴും ഇവിടെ മലയാളി അസോസിയേഷന്റെ ഹാലലിയ അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിംസ് ആണ് ഹാലലിയ. അവര് എല്ലായിടത്തും കോവിഡ് വന്നപ്പോൾ ആദ്യമായിട്ട് ആ സംഘടനയാണ് എത്തിയത് ഹാല. അനേകരെ പുറത്തെടുക്കാൻ ട്രീറ്റ്മെന്റ് ചെയ്യാനും ഓരോ കാര്യങ്ങൾക്ക് അവിടെയൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഏത് ആപത്ത് വന്നാലും, ഏത് പ്രകൃതിക്ഷോഭം വന്ന് എന്ത് വന്നാലും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഹാലയിലിയ നമ്മൾ വെള്ളയും ഇടുന്ന പെന്തക്കോസ്തുകാർക്ക് ഇറങ്ങാൻ മടിയാണ് ഹാലയിലിയ. അവിടെ നമ്മൾ കാണേണ്ട, ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പെന്തക്കോസ്റ്റിന് കുറ്റം വരാമെന്ന് വിചാരിക്കില്ല ഹാലയിലിയ. ഇവിടെയൊക്കെയാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹം ഹാലയിലെ പ്രകടിപ്പിക്കേണ്ടത്. മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് അവന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കണം ഹാല. ഇവിടെയൊക്കെ ഇറങ്ങാൻ മടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും ആൾക്കാരന്ന് ഞങ്ങൾക്ക് ഇവിടെ താഴെയൊക്കെ നിൽക്കുന്നത് ഒരു പടം വീണ്ടും ഒത്തിരി പേര് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാറിയപ്പോൾ കാരണം അത്രത്തോളം ഓരോ സ്ഥലത്തേക്ക് അവരെത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന സമയത്ത് ഹാലയിലിയ അതിലൊരു പെന്തക്കോസ്തുകാരനെ പോലും ഞാൻ കണ്ടില്ല ഹാലയിലിയ. കാരണം അത് ഭയങ്കര സങ്കടത്തോടുകൂടെ ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനൊരു കാര്യം വരുമ്പം ഫസ്റ്റ് ഇറങ്ങേണ്ട ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത് തന്നെയായിരിക്കണം. കാരണം ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിൽ സ്നേഹം തന്നെ. ആ സ്നേഹം ഹാലയിലിയ എനിക്ക് എല്ലാവരും സ്നേഹം എന്ന് പറയാനല്ല, അത് പ്രകടിപ്പിക്കണം. നമ്മൾ ഇറങ്ങണം ഹാല. ഇവിടെ അതുപോലെ കർത്താവ് നിന്റെ മാംസരക്തം എന്നിട്ട് നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നത് നിന്റെ മാംസം വിശപ്പുള്ള നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്ന അടങ്ങി നടക്കുന്ന സാധുക്കൾ നിന്റെ വീട്ടിൽ ചേർത്ത് കൊടുക്കും. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്ന നിന്റെ മാംസരക്തങ്ങളായിരിക്കും നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നല്ലയോ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ ഇത് ചെയ്യുമ്പോഴാണ് നമ്മുടെ വെളിച്ചം ഉഷസ് പോലെ ഉദിക്കുന്നത്. എന്നിട്ട് നിന്റെ വെളിച്ചം ഉഷസ് പോലെ ഉദിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പുറത്തു വരും. അപ്പൊ നമ്മുടെ വിഷയങ്ങൾക്ക് വേഗത്തിൽ അവിടെ സൊല്യൂഷൻ വരും. അടുത്ത് പറയുന്നത് നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വത്തിന്റെ പിൻപടി. അപ്പൊ എന്റെ നീതി ഞാൻ പറഞ്ഞ നീതീകരിക്കപ്പെട്ട നീതിമാനാണ്. ഞാൻ നടക്കുന്നത് നീതിയിലാണെങ്കിൽ എന്റെ നീതി മുൻപടിയായി നടക്കുന്നത് എവിടെയാണ്? ഹല്ലേലൂയ. ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ. അടുത്ത പറയുന്ന അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമാണ്. നീ നിലവിളിക്കും, ഞാൻ വരുന്നു അവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴാണ് യഹോവ ഉത്തരം പറയുന്നത്. ഹല്ലേലൂയ. വെറുതെ എന്ന് വിളിച്ചാൽ യഹോവ ഉത്തരം. അടുത്ത പറയുന്ന ഞാൻ വരുന്നു എന്ന് അവന്റെ അരുളിച്ചു. നുകവും വിരൽ ചൂണ്ടും വഷളത്വം സംബന്ധിച്ച് നിന്റെ നടുവിൽ നീക്കിക്കളയും. വിശപ്പുള്ള നീ താല്പര്യം കണിയും കഷ്ടത്തിരിക്കും തൃപ്തി വരുത്തിച്ചു. നിന്റെ പ്രകാശം ഇരുളിലൊരുക്കി നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. അപ്പൊ താഴോട്ട് പറയും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തി വരണ്ടതിനത്തിന്റെ വിശപ്പടക്ക് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തി. നീ നനവുള്ള തോട്ടം പറയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറ പോലെയാകും. നിന്റെ സന്ധി പുരാതന ശൂന്യങ്ങളെ പണി തലമുറയെ കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പം കേട് തീർക്കുന്ന കുടിയിരിപ്പാൻ തക്കണ പാതകൾ ഏതാസ് നിനക്ക് പേർ പറയും. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ ഒത്തിരി തലമുറയ്ക്കാണെങ്കിൽ ഒക്കെ ബ്ലെസ്സിങ് ആകുന്ന എപ്പോഴും നമ്മൾ ഇതുപോലെ കാര്യം. ഇന്നലെ ഒരു വാക്ക് വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോ ഞാൻ അവിടെ ഇങ്ങനെ അതിന്റെ തൊട്ട് താഴത്ത് അത് അവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് വെച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. അവൾക്ക് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഹാലയിൽ. അപ്പൊ നമുക്ക് കർത്താവ് യേശുക്രിസ്തു മണവാട്ടി സഭയിലേക്ക് മണവാട്ടിയായി നമുക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വെള്ള വസ്ത്രത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പലയിടത്തും പ്രഖ്യാപിച്ചു. പക്ഷെ പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇന്ന് എല്ലാവരും ഭൂമിയിലായിരിക്കും വെള്ളം ഇടുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ എടുത്തെഴുതിയിരിക്കുന്ന ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഹല്ലേലൂയ. ഈ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത്, ഈ വെള്ളി ഉടുപ്പെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വിശുദ്ധന്മാരാണ്. നമ്മളിവിടെ ഭൂമിയിൽ നമ്മളെ ദൈവരാജ്യത്ത് ദൈവം ആക്കി വെച്ചിരിക്കുമ്പോ നമ്മളെ വിളിക്കുന്ന പേര് വിശുദ്ധന്മാരെന്ന. ഈ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്.
അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന നീതിയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് അതിനെയാണ് ഈ വെണ്മ വസ്ത്രമായി മാറുന്നത്. ഹാലേലിയ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ വിശുദ്ധന്മാരാക്കി രാജകീയ പുരോഹിത വർഗമാക്കി വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നൊരു നീതിപ്രവൃത്തിയും വരുന്നില്ലെങ്കിലോ? വചനമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പ്രസംഗിക്കുന്നു, ഹാലേലിയ, നമ്മൾ ആരാധിക്കുന്നു, സഭയിൽ പോകുന്നൊക്കെ. പക്ഷെ നമ്മളിൽ ഒരു നീതി പ്രവൃത്തിയും വരുന്നില്ല എങ്കിൽ ഹാലേലിയ എങ്ങനെ നമ്മുടെ വെള്ളവസ്ത്രം വെണ്മയായ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു? ആ പ്രവർത്തികളാണ് അവിടെ ഹാലേലിയ ഇതായിട്ട് വെളിപ്പെടുന്നതെന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പം നമുക്ക് കർത്താവ് ഭൂമിയിൽ വന്ന് നമുക്ക് കാണിച്ചെന്ന് മാതൃക ഒരുപാടുണ്ട്. ഹാലേലിയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതുപോലെ കർത്താവ് പറഞ്ഞ ഉപമകളിലൂടെ നമ്മളോട് ദൈവം നമ്മളോട് കൃത്യമായി വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹാലേലിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലിയ എന്തൊക്കെ ഹാലേലിയ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഹാലേലിയ നമ്മള് മദർ തെരേസയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുക. എന്നോട് പലരും ചോദിക്കുക, മദർ തെരേസ ഹാലേലിയ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആളല്ല ഹാലേലിയ. കാരണം വെച്ചാൽ ഞാൻ കണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ഹാലേലിയ അവര് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം വിട്ടറിഞ്ഞ് ഹാലേലിയ വന്ന് ഹാലേലിയ ഇത്രയും ജനങ്ങൾക്ക് കുഷ്ഠരോഗികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മളെയൊക്കെ കർത്താവ് യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊടാൻ പോലും പാടില്ല എന്ന സമയത്ത് ഹാലേലിയ മനസ്സുണ്ടെന്ന് പറഞ്ഞ് തൊടുകയല്ല, അവരൊക്കെ കെട്ടിപ്പിടിച്ച് ഹാലേലിയ അവർ ചേർത്ത് നിർത്തിയ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ആ കർത്താവ് യേശുക്രിസ്തു സ്നേഹമല്ല. അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനും അവരെ കൂടെ നിൽക്കാനും ഒക്കെ നമുക്കാർക്ക് ഇന്നും ആ മനസ്സ് വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഹാലേലിയ. നമുക്കൊക്കെ അങ്ങനെ അവസ്ഥയിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു ഇപ്പൊ അന്നിനും പറഞ്ഞ കുഷ്ഠരോഗി വേണ്ട, ഒരു ഒരു സുഖമില്ലാതിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കാൻ നമ്മൾ നിന്നാൽ പോലും ഹാലേലിയ ഇപ്പൊ സ്വന്തം വീട്ടിലുള്ള ഞാൻ കഴിഞ്ഞ അന്ന് ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ നല്ല മകളായിരിക്കും, നല്ല അമ്മയായിരിക്കും ഹാലേലിയ, പക്ഷെ അവിടെ നല്ല മരുമകളാണോ, നല്ല അമ്മായിയമ്മയാണ്, ഇതൊക്കെ ചോക്കുമ്പോഴത്തേന് ഹാലേലിയ അവിടെയൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ മനോഭാവം. ഇപ്പൊ അമ്മമാര് ചിലപ്പോൾ ശരിയാണ്, മക്കളെ ചിലപ്പോൾ അവര് മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ എടുത്തേക്കും, ചിലപ്പോ ഇന്നത്തെ കാലത്ത് അതും സംശയമാണ് ഹാലേലിയ. പക്ഷെ ഒരമ്മായിയമ്മേനെ അതുപോലെ ചികിത്സിക്കാൻ പലരും കഴിയുമോ എന്നുള്ളത് ഹാലേലിയ നോക്കണം. ഹാലേലിയ അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള ഹാലേലിയ ഒരു മനോഭാവത്തിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നെങ്കിൽ എവിടെയോ കിടക്കുന്ന അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മുറിവുകൾ വെച്ച് കഴുകാനും വെച്ച് കെട്ടാനും അവരെ ട്രീറ്റ് ചെയ്യാനും ശ്രമിച്ച അവരുടെ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് തന്നെ എത്രയാണ്. അവര് സ്നാനപ്പെട്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഹാലേലിയ അത് ദൈവത്തിന്റെ മനസ്സ് തന്നെയാണ് ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് ദൈവമാണ് അതിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്ന ഹാലേലിയ. അത് അവര് പോവോ ഇല്ലോ എന്നുള്ളത് നമുക്കത് പറയാനായിട്ട് നമ്മൾ ആളല്ല ഹാലേലിയ. നമുക്ക് ആരും വിധിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മാർക്കിടാനും നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടില്ല. ഹാലേലിയ. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞു, പക്ഷെ നമ്മൾ വെറുതെ സ്നാനപ്പെട്ട് ഹാലേലിയ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ നീതി പ്രവർത്തനം ഉണ്ടാകണം. ഹാലേലിയ ആരെങ്കിലും അവശത അവർക്ക് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കണ്ട അവരെ കണ്ടിട്ട് ഹാലേലിയ ശബരിയക്കാരൻ നല്ല ശബരിയക്കാരൻ ഉപമയെ പറയുന്നതൊക്കെ ലേവ്യനും പുരോഹിതനും ഒക്കെ കടന്നു പോയത് കൊണ്ട് ഹാലേലിയ അവിടെ ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ അത് നീതിയായ ദൈവം കടക്കിടത്തില്ല. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളോട് കൃത്യമായി പറയുന്നു ഹാലേലിയ ആമേൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഹാലേലൂയ അതുപോലെ നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപോലെ പാവം. അരുത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്താൽ പാവുക, ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാവണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലിയ നമുക്ക് ചുറ്റുപാടുമുള്ള ഹാലേലിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ഞാൻ പറയാം വലിയ സംഭവങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാലേലിയ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഹാലേലിയ ഒരാൾക്ക് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളാവേ അതുപോലെ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ സഹായിക്കണം. നമ്മളെ വലിയ വലിയ ദൈവദാസന്മാർക്കോ വലിയ ചർച്ചയിൽ പണിയാനും മറ്റൊരു മനുഷ്യനൊക്കെ നമ്മൾ കൊടുക്കരുതൊന്നും ഞാൻ പറയത്തില്ല ഹാലേലിയ. അതൊക്കെ നിങ്ങളുടെ പ്രാപ്തി പോലെ നിൽക്കും. പക്ഷെ അതിനെക്കാട്ടി ഒക്കെ നിങ്ങൾക്ക് ഹാലേലിയ പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ചർച്ചിലെ 10% ടൈത്ത് കൊടുത്തോളൂ, പക്ഷെ അതേ സമയം തന്നെ നിങ്ങൾ ഹാലേലിയ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഹാലേലിയ മനസ്സ് വെക്കുന്ന ഹാലേലിയ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാ നിങ്ങൾ ഒരു മാസത്തെ ഒരു 10 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം ഹാലേലിയ. അത് എവിടെയാണത് അതിനകത്ത് ബന്ധക്കോസ്തുകാരൊന്നും നോക്കല, ആർക്കാണ് ആ ഭക്ഷണം വേണ്ടുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഹാലേലിയ. അതുപോലെ ഹാലേലിയ രോഗത്തിലൊക്കെ ഇരിക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റില്ലേ, രോഗികളൊക്കെ സന്ദർശിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ സിസ്റ്ററൊക്കെ സ്വന്തം റിലേറ്റീവ്സ് ആണെങ്കിൽ രോഗിയായിരിക്കുന്നവരൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കാൻ പോയപ്പോഴും ഹാലേലിയ. അപ്പം അങ്ങനെ ചെന്ന് അവരുടെ നല്ല 4 വാക്ക് പറയുന്നവരെ ആശ്വസിപ്പിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് എന്തെങ്കിലും ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് കൊടുക്കുന്നതൊക്കെ വലിയ പ്രവൃത്തി തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലിയ അങ്ങനെയൊക്കെ ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചു നോക്കിക്കേ.
നമുക്ക് ഭയങ്കര ആത്മസന്തോഷം അതിനകത്ത്. കാരണം നമ്മൾ ഈ കുറച്ചു നേരം പോയിരുന്ന് ആരാധിക്കുന്നതിനെക്കാട്ടി സന്തോഷം നമുക്ക് ലഭിക്കും. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇറങ്ങും. കാര്യം അവർക്ക് അവരുടെ വയറ് നിറയുമ്പോൾ, മനസ്സ് നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ചേട്ടാ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കും. ഹാലേ, അവിടെയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം വരും. നമുക്ക് എന്തോ നമ്മൾ എന്തോ വൃത്തിയാണെന്ന് തോന്നുന്നു. ഹാലേ, ഇപ്പോഴൊക്കെ നമുക്ക് നമ്മൾ എന്ത് വേറെ യൂസ്ലെസ് ആണെന്ന് തോന്നാറുണ്ട് പല സമയത്തൊക്കെ. പലപ്പോഴും ഞാൻ ചോദിക്കണം, കർത്താവ് ഇങ്ങനെ ഈ വരയ്ക്കാത്തിരുന്ന് കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുത്തിയിരുന്നുണ്ടോ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷെ ആ സമയത്ത് മറ്റുള്ള മനുഷ്യർക്ക് നമ്മൾ പ്രയോജനപ്പെടുകയാണെങ്കിൽ ഹാലേ, അതുകൊണ്ട് നമ്മൾ എന്തോ നമ്മൾക്കൊരു ജീവിതത്തിന് അർത്ഥമുള്ള എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ. ഹാലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഹാലേ, നിങ്ങൾക്കത് പിന്നെ വർദ്ധിച്ച് തന്നെ കാണാം. കാരണം വെച്ചാൽ നമുക്കത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആർക്കും ഒരു ഭയങ്കര ആത്മസന്തോഷം കിട്ടാനകത്തൊക്കെ. അപ്പൊ അതിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കി നമ്മള് സഹോദരിമാരെയൊക്കെ പുറത്തെടുക്കണമെന്നാണ് ഹാല ദൈവം പറഞ്ഞത്. അപ്പൊ സഹോദരിമാരൊക്കെ പുറത്തെടുക്കുന്നത് ഹാലയില അത് മൈക്കെടുത്ത് പ്രസംഗിക്കാൻ മാത്രമാകരുത്. ഹാലയില ഈ പ്രവൃത്തിയിലൂടെയും കൂടെ കുറച്ചൊന്ന് പുറത്തേക്ക് വരിക. യുവജനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് എല്ലാവരും ഏറ്റെടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കേട്ടിട്ട് ഒരു 10 പേരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാലയില അത്രയും ആൾക്കാരെ ഹാലയില ആ ഒരു ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് അവർക്കൊരു അവസരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനായിട്ട് അങ്ങനെ തോന്നുന്നത് ഞാൻ വിജയിച്ചു. ഹാലയില കാരണം ദൈവം പറഞ്ഞ കാര്യം മറ്റുള്ളവരോട് വിളിച്ചു പറയുമ്പോൾ ഹാലയില അത് കാരണം ദൈവത്തിന്റെ ഹൃദയമാണ്. ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും ദൈവം പകരുന്നത് ഹാലയില ദൈവം സ്നേഹിക്കുന്നതിനുള്ളിൽ മുമ്പിൽ വന്ന് ദൈവം പകരും. കാരണം ദൈവത്തിനും ഇല്ല സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇല്ലേ? ദൈവം പലരോടും പറയാം. അപ്പൊ ദൈവം നമ്മൾ പഴയ നിയമമൊക്കെ വായിക്കാൻ കാണാം. അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാ പറഞ്ഞേക്കുന്നത്. ദൈവം പറഞ്ഞേക്കുന്നത് ദാവീദുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദാവീദിനോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ദാവീദ് അത് ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി ദാവീദ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ദൈവത്തിന്റെ ഹൃദയം ഹാലയിൽ നമ്മളോട് പകരുമ്പോൾ ഹാലയിലെ കാരണം അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ സങ്കടങ്ങൾ ദുഃഖം ഉണ്ടാവും. ദൈവത്തിൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മ ദുഃഖം വരുമെങ്കിൽ ദൈവത്തിന് ദുഃഖം വരത്തില്ലേ? ഉണ്ട്. അനുദപിച്ചെന്ന് എഴുതണം ദൈവം മനുഷ്യൻ. അപ്പൊ അതുപോലെ ദൈവത്തെ അനുദപിക്കാൻ ദൈവത്തിന് സങ്കടം വരില്ല, സന്തോഷം വരില്ല, ഇതൊക്കെ വരും ഹാലയിൽ. അപ്പൊ അത് ദൈവം അത് നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യർ, ദൈവത്തിന്റെ മക്കൾ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ സങ്കടം നമ്മളോട് പറഞ്ഞ് നമ്മൾ മക്കൾ എന്ത് ചെയ്യുന്നത് അത് പെട്ടെന്ന് പ്രവർത്തിക്കും. അല്ലെ, അവരുടെ സങ്കടമൊക്കെ മാറ്റുന്ന കണക്ക് നമ്മുടെ അപ്പന്റെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടാണ് നമ്മൾ ഓരോരുത്തർ ആക്കി വെച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഹാലയിൽ കഴിയുന്ന പോലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. യുവജന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.